നമ്മൾ ഈ കുർബാന ക്രമത്തിൽ കുമ്പസാരിക്കാൻ വരുമ്പോൾ അവിടെ കുറേ ക്രമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര പേർ വായിച്ചിട്ടാണ് കുമ്പസാരിക്കുന്നത് എനിക്ക് സംശയമുണ്ട്. നിങ്ങളത് വായിക്കാതെ കുമ്പസാരിക്കാതെ കുർബാന കൊള്ളരുത്. കുമ്പസാരിക്കാൻ സാഹചര്യമില്ലെങ്കിൽ അതെങ്കിലും ഒന്ന് വായിക്കണം. പാപങ്ങൾ, ധാർമ്മികതകൾ, അമൂല്യമായ കാര്യങ്ങൾ, മഹാപാപങ്ങളായി എഴുതി വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. എന്തൊക്കെയാണെന്നറിയാമോ? 1 അഹങ്കാരം, 2 അന്യൻ്റെ ഉയർച്ചയിലുള്ള അസൂയ, 3 എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കും എന്നുള്ള ബോധ്യം. ഒന്നുകൂടെ ഞാൻ പറയാം. 1 അഹങ്കാരം. ഇത് 3 പാപമല്ല, മഹാപാപങ്ങളുടെ പട്ടികയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. 1 അഹങ്കാരം. പ്രിയമുള്ളവരെ, ടൈറ്റസ് അച്ഛൻ നല്ല പ്രസംഗനാണെന്നൊരു തോന്നൽ ഉള്ളിൽ വന്നാൽ അവിടെ ഞാൻ വീണു. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, ദൈവം നിഗളുകളോട് എതിർത്ത് നിൽക്കും. നമ്മൾ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകണം. ഇവിടെ പറയുന്നുണ്ട് 1 അഹങ്കാരം, 2 അന്യൻ്റെ ഉയർച്ചയിലുള്ള അസൂയ, 3 എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കുമെന്നുള്ള ബോധ്യം. ഇതിൽ രണ്ടാമത്തേതാണ് ശൗലിനെ ഭരിച്ചത്. സ്ത്രീകളൊന്ന് പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അന്നു മുതൽ 3 പ്രാവശ്യം ദാവീദിനെ ചുവരിനോട് ചേർത്ത് കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുവാൻ ശൗൽ ശ്രമിച്ചു. ഇവിടെ എല്ലാം ദാവീദ് പ്രതികാരം ചെയ്തില്ലെന്ന് മാത്രമല്ല, ഒഴിഞ്ഞു മാറിപ്പോയി. അവൻ്റെ ഉള്ളിൽ ഒരു കാര്യം അറിയാം, അവൻ യഹോവയുടെ അഭിഷിക്തനാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, എന്തിനാണ് നമ്മൾ ഇന്നും വൈകിട്ട് സന്ധ്യാനമസ്കാരത്തിന് ഈ മസ്മൂറ വായിക്കുന്നത്? വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിന്റെ ഒരു ഭാഗത്ത് 1000, നിന്റെ വലത്ത് ഭാഗത്ത് 10,000 വീഴും, എങ്കിലും അവൻ നിങ്കിലേക്ക് അടുക്കയില്ല. ഒരു യഹോവയുടെ അഭിഷിക്തൻ എപ്പോഴും ഓർക്കണം. നമുക്കറിയാം, പരിശുദ്ധ മൂറോൻ കൊണ്ട് കൂദാശ ചെയ്യുന്ന 2 കാര്യങ്ങൾ, 1 നമ്മുടെ ശരീരവും, 2 നമ്മുടെ ദേവാലയവുമാണ്. വേറെ ഒന്നും മൂറോൻ കൊണ്ട് കൂദാശ ചെയ്യുന്നില്ല. ഈ മൂറോൻ എടുക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് മാമോദീസായിൽ, ദൈവ സൃഷ്ടിയെ നീ സമീപിക്കരുത്. ഇത് പിശാചിന്റെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കൊണ്ട് നിന്നെ ഞാൻ ശപഥം ചെയ്യിക്കുന്നു, അശുദ്ധാത്മാവെ സമൂല നിശേഷം നീങ്ങിപ്പോവുക, മത്സരിക്കരുത്. വീണ്ടും ഹഗായി 1:2, ഈ ആലയം ശൂന്യമായിരിക്കെ നീ തട്ടിട്ട ഭവനങ്ങളിൽ പാർക്കരുത്. ഒബദ്യ 1:12, നിന്റെ സഹോദരന്റെ അനർത്ഥം നിന്റെ അനർത്ഥമാണ്, നീ അത് കണ്ട് രസിക്കരുത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സർവശക്തൻ നമുക്ക് തരുന്ന ആയുസിൽ ആര് എവിടെ ഉയർന്നാലും ഒരിക്കലും ഒരസൂയെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരരുത്. ഇവിടെ ഇതാ യാതൊരു തെറ്റും ചെയ്യാത്ത ദാവീദിലേക്ക് ശൗലിൻ്റെ അസൂയ കടന്നു വന്നിട്ട് 3 പ്രാവശ്യം കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവിടെയാണ് അഭിഷിക്തനായ ദാവീദിന്റെ ധനുഗീതത്തിന്റെ പ്രസക്തി. നിങ്ങൾ ഭവനങ്ങൾ പോയി 1 ശമൂവേൽ 31:9 മുതൽ താഴോട്ട് വായിച്ചാൽ, ദൈവത്തിന്റെ അഭിഷിക്തനായ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ച ശൗലിന്റെ അന്ത്യത്തെക്കുറിച്ച് 1 ശമൂവേൽ 31:9 മുതൽ താഴോട്ട് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അവർ അവൻ്റെ തലവെട്ടി ആയുധവർഗം അഴിച്ചെടുത്ത് തങ്ങളുടെ വിഗ്രഹക്ഷേത്രത്തിലും ജനത്തിൻ്റെ ഇടയിലും അയച്ചു. അവർ അവൻ്റെ അസ്ഥികളെ കുഴിച്ചെടുത്ത് യാബേശിലെ ചുബിലവൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടിട്ട് 7 ദിവസം ഉപവസിച്ചു. ഇതാണ് ദൈവത്തിന്റെ അഭിഷിക്തനായ ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ച ശൗലിന്റെ അന്ത്യം. മാത്രമല്ല, ശൗൽ മാത്രമല്ല, അവന്റെ മകൻ യോനാഥാനും കൊല ചെയ്യപ്പെട്ടു. ഇനിയാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി. നമുക്കറിയാം, വൈദികരായ ഞങ്ങളും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികാരമോ ഒരു വാക്കോ പറഞ്ഞാൽ, അവർക്കൊരാപത്ത് വന്നാൽ നമ്മൾ അറിയാതെങ്കിലും പറയും അവനത് വരണമെന്ന്. അത് മനസ്സിലെങ്കിലും വരും. പക്ഷെ ഇവിടെയാണ് ഈ ധനുഗീതത്തിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ അഭിഷിക്തനായ ശൗലിനെ, ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ച ശൗലിന്റെ അന്ത്യം ഒരമാലോക്യൻ വന്ന് ദാവീദിനോട് പറയുന്നുണ്ട്, ദാവീദ് രാജാവേ, അങ്ങേ കൊല്ലാൻ ശ്രമിച്ച ശൗലും അവന്റെ മകൻ യോനാഥാനും കൊല ചെയ്യപ്പെട്ടു. അവന്റെ വസ്ത്രവും പടയങ്കിയും നിന്റെ കാൽക്കലേക്ക് ഞാൻ കൊണ്ടുവയ്ക്കുന്നു. ഇത് കേൾക്കുന്ന ദാവീദിന് സന്തോഷം തോന്നി. ഒരു മന്ത്രിയുടെ പദമെങ്കിലും കിട്ടുമെന്ന് ആഗ്രഹത്തോടാണ് ഈ അമാലോക്യൻ ഇത് വന്ന് ദാവീദിനോട് പറയുന്നത്. അവിടെയാണ് ദാവീദിന്റെ ധനുർഗീതത്തിന്റെ പ്രസക്തി. ദാവീദ് പറയുന്നുണ്ട്, ശൗൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്, പക്ഷേ അവൻ യഹോവയുടെ അഭിഷിക്തനാണ്. യഹോവയുടെ അഭിഷിക്തന്റെ നാശം എന്നോട് വന്ന് പറയാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? അവനെ 12 മണിക്കൂറിനകം വെട്ടിക്കൊല്ലാൻ കൽപ്പന കൊടുത്തിട്ട് അവൻ കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ്
ദാവീദ് അനുതാപത്തോടെ എഴുതുന്നത്, ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകമാർ രസിക്കരുത്. സഹോദരങ്ങളെ, ഈ ധനുർഗീതം ഞാൻ ഇന്ന് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ജീവിതത്തിൽ സർവശക്തൻ നമുക്ക് തരുന്ന ഒരായുസുണ്ട്. അത് പണ്ട് നമുക്കറിയാം, 80, 90, 100 കഴിയാതെ ഒരുമാതിരിപ്പെട്ടവരാരും ഈ ലോകം വിട്ടു പോകില്ല. ഈ അടുത്തിടെയായി 5 വർഷത്തിനുള്ളിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ, പ്രത്യേകിച്ച് കഴിഞ്ഞ 1 വർഷമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞോടെ പ്രായമൊന്ന് നോക്കി, ഏതാണ്ട് എല്ലാം 30, 55, 60 വയസ്സിനുള്ളിൽ എത്രയോ പേർ നമ്മളെ ഇടക്കുർബാനയ്ക്ക് ചൊല്ലുന്നുണ്ട്, കൂട്ടം കൂട്ടം വംശം വംശം വന്നിടുന്നു, പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്നും പോയി പോകുന്നു. മുന്നം നാളിൽ കർത്താക്കന്മാർ, രാജാക്കന്മാർ, ഇന്ന് അല്പന്മാർ, സ്ഥാനഭ്രഷ്ടർ, മൃത്യുഗ്രസ്തർ. ഇവിടെ ഓർക്കുക, സർവശക്തൻ നമുക്ക് തരുന്ന ഓരോ ആയുസ്സും ഈ ധനുർഗീതം പാടുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. എന്താണ്? ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകുമാർ രസിക്കരുത്. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, ഈ വാക്യം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട 3 അടിസ്ഥാന ഗുണങ്ങളുണ്ട്. ഒന്ന്, കോൾ ടു ബി യുണൈറ്റഡ്. ഒന്ന്, ക്രിസ്തുവിൽ എല്ലാവരെയും ഒന്നാക്കി തീർക്കണം. 2, നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്. ക്രിസ്തുവിൽ എല്ലാവരെയും വിശുദ്ധീകരിക്കുവാനിടയാകണം. 3, ടേക്കൺ ടു ബി ബ്രോക്കൺ. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ മുറിക്കപ്പെടണം. ഒന്നുകൂടെ ഞാൻ പറയാം, കോൾ ടു ബി യുണൈറ്റഡ്, ക്രിസ്തുവിൽ എല്ലാവരെയും ഒന്നാക്കി തീർക്കണം. 2, നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്, ക്രിസ്തുവിൽ എല്ലാവരെയും നമ്മൾ മുഖേന വിശുദ്ധീകരിക്കപ്പെടണം. 3, ടേക്കൺ ടു ബി ബ്രോക്കൺ, നമ്മൾ മറ്റുള്ളവർക്കായി മുറിക്കപ്പെടണം. അവിടെ നമുക്ക് ധനുർഗീതം പാടുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ധനുർഗീതം പാടുവാൻ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കണം. അത് സദൃശ്യവാക്യം 6-ാം അധ്യായത്തിൻ്റെ 16, 17, 18. ഇത് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് വിശദീകരിക്കട്ടെ. ഈ ധനുർഗീതം പാടേണ്ട ദൈവമക്കളുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട 7 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സദൃശ്യവാക്യം 6-ാം അധ്യായത്തിൻ്റെ 16, 17, 18 എന്തെല്ലാമാണ്? ഞാൻ അക്കമിട്ടെന്ന് പറയാം. 1, ഗർവമുള്ള കണ്ണ്. 2, വ്യാജമുള്ള നാവ്. 3, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്. 4, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. 5, ദോഷത്തിനായി ഓടുന്ന കാലുകൾ. 6, ഫോഷ്കു പറയുന്ന കള്ളസാക്ഷി. 7, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. ഭവനങ്ങൾ പോയി പറ്റുമെങ്കിൽ ഇതൊന്ന് ശാന്തമായൊന്ന് വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് സംശീകരിക്കണം. ഞാൻ പറയട്ടെ, നമ്മൾ ഓരോരുത്തരും സർവശക്തനാൽ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണ്. ഇവിടെ ദാവീദ് തന്നെ കൊല്ലാൻ ശ്രമിച്ച ശൗലിനോട് ക്ഷമിച്ചെന്ന് മാത്രമല്ല, അവൻ്റെ അന്ത്യം അവനൊരു ധനുർഗീതമായി എഴുതി, അത് ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകുമാർ രസിക്കരുത്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ധനുർഗീതം പാടുവാൻ 7 കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാം. ഓരോന്ന് അക്കമിട്ടൊന്ന് മനസ്സിലാക്കാം. 1, ഗർവമുള്ള കണ്ണ്. പ്രഭാഷകൻ 8:4 പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ കണ്ണ്, ചിരി, നടപ്പ്, സംസാരം, ഇത് 4ഉമാണ് അവൻ്റെ സത്വം വെളിപ്പെടുത്തുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു മനുഷ്യൻ്റെ കണ്ണ്, 2 ചിരി, 3 സംസാരം, 4 നടപ്പ്. ഇത് 4ഉമാണ് ഒരു മനുഷ്യൻ്റെ സത്വം വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, നമ്മുടെ വലിയ നോയമ്പിൽ 40 ദിവസം നിരന്തരമായി സെതറ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ 19 പ്രാവശ്യം സെതറയിൽ 5 വരികൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആലോചിച്ച്, എന്തിനാണ് ദൈവം ഈ വരികൾ ആവർത്തിച്ച് വലിയ നോയമ്പിൽ വ്യക്തമായി, അത് പാട്ടുരൂപത്തിൽ നമ്മുടെ നമസ്കാരത്തിലുമുണ്ട്, അത് ഓരോന്നൊന്ന് മനസ്സിലാക്കി അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവമേ, ന്യായരഹിതമായത് നോക്കാതെ ഇരിക്കാൻ പരിപാകതയുള്ള കണ്ണ്. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. 3, സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. 4, ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്. 5, സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ. ഒന്നുകൂടെ ഞാൻ പറയാം. ന്യായരഹിതമായത് നോക്കാതെ ഇരിക്കാൻ പരിപാകതയുള്ള കണ്ണ്. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. 3, സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. 4, ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്. 5, സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ പലരുടെയും ധാരണ, വലിയ നോയമ്പായാലും 25 നോയമ്പായാലും
15 നോയമ്പായാലും ഉച്ചവരെ വിശന്നിരിക്കുക, ഉച്ചയ്ക്ക് പോയി ഇരട്ടി ആഹാരം കഴിക്കുക. ഇതിൻ്റെ പേര് നോമ്പെന്നല്ല, ഇതിൻ്റെ പേരാണ് പട്ടിണി. അത് വലിയ നോയമ്പിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ നോമ്പെടുക്കുന്നെങ്കിൽ ആദ്യം നീ സൂക്ഷിക്കേണ്ടത് നിന്റെ കണ്ണിനെയാണ്. പാമ്പാക്കൂട നമസ്കാരത്തിൽ പാടുന്നില്ലേ, ഒളിവായി നോക്കിയിടാതെൻ്റെ കണ്ണിനെ നീ കാക്കണം. കുടുംബജീവിതത്തിലും സാമൂഹ്യ പ്രതിബദ്ധതയിലും മക്കളോടുള്ള സ്നേഹത്തിലും എപ്പോഴും, അതൊരു വൈദികനാണെങ്കിലും ഒരു കുടുംബനാഥനാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ദൈവമക്കളെ, ആഹാരം കൊടുത്തില്ലേലും പണം കൊടുത്തില്ലേലും നമ്മുടെ ഒരു നോട്ടം കണ്ടാൽ അനേകർക്ക് സാന്ത്വനമാകണം. സിഗ്മണ്ട് ഫ്രോയിഡ് എന്താ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നത്? സം ടോട്ടൽ ഓഫ് ഓൾ ബിഹേവിയർ ഈസ് ഈക്വൽ ടു പേഴ്സണാലിറ്റി. അതുകൊണ്ടാണ് ഇവിടെ നീ ഉപേക്ഷിക്കാൻ പറയുന്നത് ഗർവമുള്ള കണ്ണ്. ഇന്ന് കേരളത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ മാനസിക രോഗികളായി മാറുകയാണ്. കാരണം അമ്മയപ്പന്മാർക്ക് 50-ൽ 50 മാർക്ക് മേടിച്ചാലും 100-ൽ 100 മാർക്ക് മേടിച്ചാലും ഒരിക്കലും ഒരു മാർക്ക് കുറഞ്ഞാൽ ഈ കുഞ്ഞിനെ ക്രൂരമായ കണ്ണുകൊണ്ട് കാണും. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണെന്ന് പറയുന്നത് അതൊരു പുരോഹിതനാണെങ്കിലും സുവിശേഷകനാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിൽ പോലും നമ്മുടെ കണ്ണ് കണ്ടാൽ ദൈവിക പവർ, ആ പവറിൽ കൂടെ നമ്മുടെ തലയ്ക്ക് ചുറ്റും ഒരു ഓറ വരും. നമ്മുടെ ദേവാലയങ്ങളിലെല്ലാം വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെ എല്ലാം പടം വെച്ചിട്ടുണ്ട്. നോക്കിയേ, അവരുടെ തലയ്ക്ക് ചുറ്റുമുണ്ടാകുന്ന ഓറ എന്ന് പറയുന്നത് ആത്മീയമായ കണ്ണ് ദൈവികമായി സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. മാത്രമല്ല, പുരോഹിതന്മാരുടെ ഓർമ്മയ്ക്ക് വായിക്കുന്ന ഒരു സദറയിലെ വരി കേട്ടിട്ടില്ലേ? കർത്താവേ, നിന്റെ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ, നിന്റെ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ടത്, ഉപേക്ഷിക്കേണ്ട ഒന്നാമത്തത് ഗർവമുള്ള കണ്ണ്. 2, വ്യാജമുള്ള നാവ്. പലരും വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്, അച്ഛാ കള്ളം പറഞ്ഞു, കള്ളം പറഞ്ഞു, കള്ളം പറഞ്ഞു. തിരുവചനം പറയുന്നത് എന്താ? കള്ളം പറയുന്നവൻ്റെ നാവിനെ ഞാൻ ചീന്തിക്കളയും. നാവ് കൊണ്ട് പാപം ചെയ്യാതിരുപ്പാൻ സൂക്ഷിപ്പീൻ. വിശുദ്ധനായ അഗസ്തീനോസ് പറയുന്നുണ്ട്, നീ ഓരോ ദിവസവും പറയുന്ന കള്ളങ്ങളൊന്ന് ഓർക്കണം, അത് പിറ്റേ ദിവസം കുറയ്ക്കണം. അങ്ങനെ ഓരോ ദിവസവും കള്ളം പറയുന്നത് കുറഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിയിൽ കടന്നു വരുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ്. വ്യക്തമായി അതുകൊണ്ട് ഓരോന്നും മനസ്സിലാക്കുക. 1, ഗർവമുള്ള കണ്ണ്. 2, വ്യാജമുള്ള നാവ്. 3, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ വേദഭാഗം ഞാനിത് എടുക്കാനുള്ള മെയിൻ കാരണം തന്നെ ഈ ഒരു ആശയമാണ്. കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ. എൻ്റെ ചിന്താവിഷയം എന്താ? ദാവീദിൻ്റെ ധനുഗീതം. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കുകയും ഇന്ന് ഈ അടുത്തിടെയായി കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ഞാൻ പറയട്ടെ, ഏത് മതമോ ഏത് രാഷ്ട്രീയമോ ഏത് സഭയോ ആരോ ആകട്ടെ, ഭാരതീയ സംസ്കാരത്തിൽ ഒരു ചൊല്ലുണ്ട്, ആനോ ഭദ്ര കൃതവേ എന്ത് വിശുദ്ധ സർവലോക സമസ്ത സുഖനോ ഭവന്തു സർവേ സന്തു നിരാമയ മാ വിദ്യുഷാമകെ. ലോകരെല്ലാം സുഖമായിരിക്കട്ടെ, ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ, നമ്മളാൽ ആരെയും ദൂഷിക്കാതിരിക്കട്ടെ. നിലയ്ക്കൽ കൺവെൻഷൻ്റെ ഞാൻ പറയട്ടെ, അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, ഇനിയെങ്കിലും ഈ ധനുഗീതത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരു കുഞ്ഞിൻ്റെ പോലും രക്തം ഈ മണ്ണിൽ വീഴരുത്. കാരണം യെശയ്യാ 1:15 പറയുന്നുണ്ട്, നീ കൈമലർത്തുമ്പോൾ ഞാൻ കണ്ണടയ്ക്കും. നിന്റെ കൈ മലിനമാണ്, നിന്റെ മനസ്സ് അശുദ്ധമാണ്. നമ്മൾ ഓർക്കുക, ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പം ആ സംസ്കാര ശുശ്രൂഷയിൽ വിലപിക്കുന്ന ഒരമ്മ, വിലപിക്കുന്ന ഒരച്ഛൻ, വിലപിക്കുന്ന ഭാര്യ, പിഞ്ചു കുഞ്ഞുങ്ങൾ, 2-4 ദിവസം കഴിയുമ്പോൾ കൂട്ടുകാർ മാറും. ഈ മണ്ണിൽ ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിൻ്റെ ആഴം ആര് തിരിച്ചറിയും? അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ഈ ധനുർഗീതത്തിനായി പ്രാർത്ഥിക്കാം. ദൈവമേ, ഇനിയെങ്കിലും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ ഈ ലോകത്തിൽ മാറട്ടെ. എൻ്റെ കൈ തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിൽ ഒരാളെ കാണുമ്പോൾ കൈകൂപ്പി കാണിക്കും. നമസ്തേ. എന്താ അതിൻ്റെ അർത്ഥം? ഐ സല്യൂട്ട് ദി ഡിവിനിറ്റി ഇൻ യു. ഞാൻ നിന്റെ ക്ഷേത്രത്തെ, ഞാൻ നിന്റെ ആലയത്തെ പൂജിക്കുന്നു. ഒരാളെ വെട്ടാനും കൊല്ലാനും ഭൂമിയിൽ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. ദൈവികമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ബൈബിള് കയ്യിൽ വെച്ച് പറയട്ടെ, ഇന്നും എൻ്റെ കുർബാനയിൽ, അത് ഇടക്കുർബാനയാണെങ്കിലും സൺഡേ കുർബാനയാണെങ്കിലും കുടുംബ പ്രാർത്ഥനയിലായാലും എൻ്റെ വിട്ടുമാറാത്ത പ്രാർത്ഥനയുടെ ഒരു വരിയാണ് ഈ ധനുർഗീതത്തെ ബേസ് ചെയ്തുകൊണ്ട്, ദൈവമേ, ഒരു കുഞ്ഞിൻ്റെ പോലും രക്തം ഇവിടെ വീഴുവാൻ ഇടയാകരുത്. ജീവിതത്തിൽ ഓർക്കുക, അത് നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയായിരിക്കണം. ജീവിതം സർവശക്തൻ നമുക്ക് തരുന്ന ദാനമാണ്. ജാതി മത വ്യത്യാസമില്ലാതെ
എല്ലാവരും ദൈവിക സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കട്ടെ. അതിനാണ് ഈ ആശയത്തിലെ മൂന്നാമത്തത്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ. ഒന്ന് ഓർത്തു നോക്കി, യേശു ക്രിസ്തു കൈകൊണ്ട് കാണിച്ചു തന്ന നന്മകൾ 6 നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ ഞാനൊരു ചിത്രമായിട്ട് നിങ്ങളോട് പറയാം. യേശു തമ്പുരാൻ കൈകൊണ്ട് കാണിച്ചു തന്ന പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, ആരും തൊടാത്തവനെ യേശു തൊട്ടു. എന്തിനാണ് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നെങ്കിൽ യേശു ക്രിസ്തുവിന് ഒരിക്കലും ഒരു കുഷ്ഠരോഗിയെ തൊടേണ്ട കാര്യമില്ല. ഹി ടച്ച് ദി അൺടച്ചബിൾ മാൻ. ആരും തൊടാത്തവനെ യേശു തൊട്ടു. 2, ആരും തുറക്കാത്തവന് കണ്ണവൻ തുറന്നു. 3, ആഴത്തിൽ വീണവനെ പിടിച്ചു കയറ്റി. 4, വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. 5, കാൽവറിയിൽ യാഗമായി. 6, ഈ കൈകൾ കൊണ്ട് സമാധാനം പറഞ്ഞു. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി, ആരും തൊടാത്തവനെ തൊട്ടു, ആരും തുറക്കാത്തവനെ കണ്ണു തുറന്നു, ആഴത്തിൽ വീണവനെ പിടിച്ചു കയറ്റി, വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, കാൽവറിയിൽ യാഗമായി. ഈ കൈകൾ കൊണ്ട് സമാധാനം പറഞ്ഞു. മറിച്ച് വെട്ടാനും കൊല്ലാനും തമ്പുരാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ദൈവമേ, ഈ ആയുസ്സിൽ ഒരു മനുഷ്യന്റെ പോലും കുറ്റമില്ലാത്ത രക്തം ഈ മണ്ണിൽ വീഴരുത്. ഇവിടെയാണ് ധനുർഗീതത്തിനായി ഞാൻ ഉപേക്ഷിക്കാൻ പറഞ്ഞ 7 കാര്യങ്ങൾ ഓരോ നക്കമിട്ട് പറയുകയാണ്. 1, ഗർവമുള്ള കണ്ണ്. 2, വ്യാജമുള്ള നാവ്. 3, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്. 4, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയിൽ 13 ക്രമങ്ങളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ക്രമമാണ് ഇവാനിയൂസിന്റെ ക്രമം. അതിൽ വ്യക്തമായി പറയുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ തൊട്ടു മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥമുള്ള നാവോടും ശരീരവെടുപ്പോടും ആത്മധൈര്യത്തോടും. നോക്കിയേ, നിഷ്കളങ്ക മനസ്സ്, വിശുദ്ധ വിചാരം, പരമാർത്ഥമുള്ള നാവ്, ശരീരവെടുപ്പ്, ആത്മധൈര്യം. വീണ്ടും വലിയ നോയമ്പിൽ ഒരു പ്രാർത്ഥന, നോമ്പുത്തമമാം പ്രാർത്ഥന ഉത്കൃഷ്ടം, നോമ്പുത്തമമാം പ്രാർത്ഥന ഉത്കൃഷ്ടം, നിർമ്മല ഹൃദയം രണ്ടിനെയും വെല്ലും, നിർമ്മല ഹൃദയം രണ്ടിനെയും വെല്ലും. നോമ്പുത്തമം, പ്രാർത്ഥന ഉത്കൃഷ്ടം, നിർമ്മല ഹൃദയം രണ്ടിനെയും വെല്ലും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെറുക്കാൻ പറഞ്ഞത്. കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. ഓരോ കുർബാനയും ഓരോ സൺഡേയും കഴിയുമ്പോൾ ഓർക്കുക, ഓരോ ബർത്ത്ഡേയും കഴിയുമ്പോൾ ഓർക്കുക, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഞായറാഴ്ച അവസാനിച്ചു, 1 വയസ്സ് കൂടെ കഴിഞ്ഞു. ദൈവമേ, എൻ്റെ മനസ്സ് നിന്നിലാണോ? എൻ്റെ മനസ്സ് നിന്നിലാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനായിരിക്കുമെന്ന് വിശുദ്ധന്മാർ പാടിയെങ്കിൽ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ ഞാൻ ആലോചിക്കുക, പണ്ടൊക്കെ മനുഷ്യർക്ക് 2 ക്യാരക്ടറേ ഉള്ളൂ, അല്ലേ? 1, നന്നായി ദേഷ്യപ്പെട്ടാൽ ആ മുഖത്ത് ദേഷ്യം കാണും, അല്ലെങ്കിൽ സന്തോഷത്തോടുള്ള മുഖം കാണിച്ചിട്ട് അവിടെ ഫേസിലും അത് എക്സ്പ്രസ് ചെയ്യും. ഇന്ന് ആരെയും നമുക്ക് വിശ്വസിക്കാനൊക്കെ ഇല്ല. ചിരിച്ച് കാണിച്ചാൽ തന്നെ മാറി ഇന്ന് പാര വെച്ച് കളയും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ മാസ്ക് പോലും നമ്മുടെ ഫേസ് ഒറിജിനൽ അല്ലാത്തത് കൊണ്ടാണ് നീ ഒരു മാസ്ക് കൂടെ അങ്ങ് മുഖത്ത് വെച്ചുകൊള്ളാൻ തമ്പുരാൻ പറഞ്ഞത്. ആരെയും വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഇന്ന് പലരും പലരെ നോക്കുന്നത് കണ്ടാൽ തോന്നും ഏതാണ്ട് 5 ലക്ഷം രൂപ കൊടുക്കാനുള്ളതുപോലെ. ആരുടെയെങ്കിലും മുഖത്തൊരു സന്തോഷമുണ്ടോ? വീർത്ത് കെട്ടിയ മുഖമായി, ആർക്കും ആരോടും കടപ്പാടില്ല, ആർക്കും ആരോടും സ്നേഹമില്ല. ഓർക്കുക, നമ്മൾ ആരും മൃഗങ്ങളല്ല, മൃഗങ്ങൾക്ക് ആത്മാവില്ല. നമ്മൾ ആരും മാലാഹമാരല്ല, മാലാഹമാർക്ക് ശരീരമില്ല. ഇത് രണ്ടും കൂടെ ദൈവികമായി വന്ന ഈ മനുഷ്യൻ ദേഹം, ദേഹി, ആത്മാവുമായി സൃഷ്ടിച്ചവരെ നമ്മുടെ പഠിത്തത്തെക്കാൾ, നമ്മുടെ പണത്തെക്കാൾ, നമ്മുടെ ആഹാരത്തെക്കാൾ തുറന്ന ചിരിയുള്ളൊരു മുഖം, തുറന്ന് സംസാരിക്കുന്ന ഒരു ആത്മാവിൻ്റെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ഈ മനസ്സിൽ ആരോടും ദുരുപായം. നമ്മൾ ഓർക്കുക, ചന്ദനം ചുമന്നാൽ ചന്ദനം മണക്കും, ചാണകം ചുമന്നാൽ ചാണകം മണക്കും. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പിട്ട് എൻ്റെ ദൈവമേ, എൻ്റെ മനസ്സ് ക്ലിയറാണോ? ഞാൻ ആർക്കെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ഈ കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ ഉള്ള മനസ്സുമായി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ ഞാനിതാ ഇന്ന് ഉപേക്ഷിക്കുന്നു ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. പിന്നെ പറയുന്നുണ്ട് ദോഷത്തിനായി ഓടുന്ന കാലുകൾ. സഭാപ്രസംഗിൽ വ്യക്തമായി പറയുന്നുണ്ട്, നീ ദേവാലയത്തോട്ട് പോകുമ്പോൾ കാൽ സൂക്ഷിച്ചു കൊള്ളണം. ഇത് പ്രിയമുള്ളവരെ
പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഹഡ്സൺ ടൈലർ പറയും, ഒരു ഭക്തൻ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവൻ്റെ കാലെടുത്ത് വെക്കാവൂ. 1, ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ, ദൈവമേ ഞാൻ ഇന്നൊരു വഴിക്കിറങ്ങുമ്പോൾ ഈ വഴി എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണോ? 2, വെദർ ഇറ്റ് ഈസ് ലൂസ് മൈ ലൈഫ് ഇൻ സ്പിരിറ്റ്, ഈ വഴിയിലൂടെ എൻ്റെ ആത്മീയത നഷ്ടപ്പെടുമോ? 3, വാട്ട് ഈസ് ഇറ്റ് എൻഡ്, ഇതിൻ്റെ അവസാനം എന്താണ്? ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഈ വഴി എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണോ? ഈ വഴിയിലൂടെ എൻ്റെ ദൈവികത നഷ്ടപ്പെടുമോ? 3, ഇതിൻ്റെ അവസാനം എന്താണ്? ഇത് എല്ലാ പ്രായക്കാരും ഓർക്കണം. കുടുംബജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഇന്ന് ഒരു 15-20 വയസ്സിനുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ മാതാപിതാക്കളുടെ യാതൊരു ഉപദേശവും വേണ്ട, അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. അറിയുന്നില്ല, ഒരു ടൈമിൽ ഇതിനെല്ലാം സദൃശ്യവാക്യം പറയുന്നുണ്ട്, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ എത്ര. 14, 12, 16, 25 എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും ഓർക്കണം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കന്മാരെ അറിയിച്ചിരിക്കണം. നാളെ ഒരു വേദന വരുമ്പോൾ ഇവരെ പോലെ ജീവൻ തന്ന് സ്നേഹിക്കുന്ന വേറെ ആരും ഭൂമിയിൽ കാണില്ല. ചതിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനുമുള്ള എല്ലാ സാഹചര്യമുള്ള ഒരു ലോകത്തിൽ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ഒന്ന് ഉടയതമ്പുരാനോട് ചോദിക്കണം, എൻ്റെ ദൈവമേ ഇന്ന് ഞാനൊരു വഴിക്ക് പോകുന്നു, ഈ വഴി എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണോ? എൻ്റെ മാതാപിതാക്കന്മാർ അറിയാതെ ഒരു ചുവട് ഞാൻ ഈ ഭൂമിയിൽ കുത്തുവാൻ ഇടയാകരുത്. നാളെ ഒരുപാട് അനുദപിക്കേണ്ടി വരും. വൈദികനായിട്ട് നമ്മുടെ ബിനോജി അച്ഛനൊക്കെ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. ഞാൻ 22 വർഷം കഴിഞ്ഞു. ഏതാണ്ട് 10-14 പള്ളിയിലിരുന്നു. കേരളത്തിനകത്തും പുറത്തും ധാരാളം വേദിയിൽ പോയിട്ടുണ്ട്. പക്ഷേ 10 ദിവസമൊക്കെ താമസിക്കുമ്പം എനിക്ക് കൗൺസിലിംഗ് അറിയില്ല, ഞാൻ ചെയ്യാറുമില്ല. പക്ഷെ അത്യാവശ്യം ചിലർ പ്രയാസങ്ങൾ പറയുമ്പം കേട്ടിരിക്കുമ്പോൾ ദുഃഖം തോന്നിയിട്ടുണ്ട്. കാരണം അവരോടൊക്കെ ശാന്തമായി ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, മാതാപിതാക്കളുമായി ചേർന്ന് ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു അടിസ്ഥാനം കാണും. അവരുടെ ഓരോ ചുവടുകൾ എടുത്തു വെക്കുമ്പോൾ അവർക്ക് ഉടയതമ്പുരാൻ്റെ ഒരു സ്പർശനം കിട്ടും. മറിച്ച് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, ലോകത്തിൽ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് കണ്ടതിൻ്റെ എല്ലാം പുറകാലെ പോയി ലോകത്തെല്ലാം പ്രേമവും നടത്തി അവസാനം കടന്ന് കരയുന്ന ധാരാളം കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ ഓർക്കണം, നമ്മുടെ കാലുകൾ ദോഷത്തിനായി ഓടുന്ന കാലുകളാകരുത്. പിന്നീട് പറയുന്നുണ്ട്, ഫോഷ്കു പറയുന്ന കള്ളസാക്ഷി. ഈ പട്ടം കുടയ്ക്കും പള്ളിക്കൂദാശിക്കും വിട്ട് മാറാത്തൊരു സങ്കീർത്തനമുണ്ട്, അത് മസ്റ്റായിട്ട് ചൊല്ലും. 15-ാം സങ്കീർത്തനം. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും നാവ് കൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും. പിന്നീടാണ് പറയുന്നത്, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ പണമെടുത്ത് പലിശയ്ക്ക് കൊടുക്കാതിരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും നശിച്ചു പോകത്തില്ല. നോക്കി എത്ര സുന്ദരമായൊരു സങ്കീർത്തനമാണ്. ഫോഷ്കു പറയുന്ന കള്ളസാക്ഷി ഓർക്കണം, തിരുവചനത്തിൽ പറയുന്നുണ്ട്, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇതൊന്നും വിശുദ്ധന്മാർക്ക് പറ്റിയതല്ല. ഇന്ന് പറങ്ങാമുട്ടിൽ വല്യച്ഛനെ കുറിച്ച് ഒരു വ്യക്തി എന്നോട് പറയുക, ജീവിതത്തിൽ ഇന്ന് വരെ ആ അച്ഛൻ്റെ വായിൽ നിന്നൊരു പൊളിവചനം കേട്ടിട്ടില്ലെന്ന്. തന്നാവാൽ പൊളിവചനം ലവലേശം പറയാത്ത, നമുക്ക് ഈ തമാശ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്ന് ഒരുപാട് പേരെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ കളിയാക്കൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തിരുവചനം, ഈ നാവ് എന്തിനാണ്, ഈ കണ്ണെന്തിനാണ്, ഈ മനസ്സെന്തിനാണ്? ധനുർഗീതം പാടണമെങ്കിൽ നമുക്ക് വ്യക്തമായി ഉപേക്ഷിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കാണാതെ പഠിക്കണം. ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിനായി ഓടുന്ന കാലുകൾ, ഫോഷ്കു പറയുന്ന കള്ളസാക്ഷി. ഒരു കാര്യം കൂടി പറഞ്ഞ് ആദ്യത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറന്നു പോകരുത്, ഒരമ്മ പെറ്റ മക്കൾ തമ്മിൽ ഒരല്പം വസ്തുവിനും പണത്തിനും വേണ്ടി വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്ന നമ്മുടെ ഇടയിലുണ്ട്. അത് തിരുത്തണം. ഞാൻ ഈ കഴിഞ്ഞ 4 മാസമായി അനേക വേദികൾ ഒരു സംഭവം പറയുന്നുണ്ട്. ഞങ്ങൾ ഭവനത്തിൽ 6 മക്കളാണ്. മൂത്ത 2 സഹോദരങ്ങൾ, 3 സിസ്റ്റേഴ്സ്, 6 പേരാണ്. ഞാൻ വൈദികനായിട്ട് എൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത്
എൻ്റെ രണ്ടാമത്തെ സഹോദരന്. പോകുന്ന ഈ നിലയ്ക്കൽ കഴിഞ്ഞ 2 പ്രാവശ്യം കൺവെൻഷൻ എൻ്റെ അച്ചാച്ചനാണ് വാഹനം ഓടിച്ചു വന്നത്. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ കാണും. അത്രമാത്രം എന്നെ കരുതി ഞങ്ങൾ ഇണങ്ങിയിട്ടുണ്ട്, പിണങ്ങിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ തിരുവോണ നാൾ, ഞാനിപ്പോൾ എളമ്പൽ സെൻറ്റ് ജോർജ് പള്ളിയിലാണ് വികാരി. കഴിഞ്ഞ തിരുവോണ നാളിൽ അതിൻ്റെ തലേ സൺഡേയിൽ, ഈ കഴിഞ്ഞ തിരുവോണം ശനിയാഴ്ചയായിരുന്നു, 3 മാസമല്ലേ ആയുള്ളൂ. ആ സൺഡേയിൽ എൻ്റെ പള്ളിയിൽ കുർബാനയ്ക്ക് ഞാൻ പറഞ്ഞു, ഈ വരുന്ന ശനിയാഴ്ച തിരുവോണമാണ്. ഒരു നല്ല മനുഷ്യൻ മഹാബലി ഭൂമിയിൽ താണുകൊടുത്തതുകൊണ്ട് അനേകർക്ക് പൊന്നോണമായി മാറി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്കായി ഒന്ന് തല കുനിച്ചു കൊടുത്താൽ അത് അനേകർക്ക് സന്തോഷമായി മാറും. അതിൻ്റെ അർത്ഥം ദൈവികമായി ഞാൻ പറഞ്ഞതാണ്. അത് കേട്ടിട്ട് എൻ്റെ സഹോദരൻ വന്നു പറഞ്ഞ വെച്ചാൽ നല്ലൊരു ആശയമാണ്. പക്ഷെ ഇത് പറഞ്ഞത് എൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ തിരുവോണ ദിവസം എൻ്റെ ജ്യേഷ്ഠൻ വാഹനം ഓടിച്ച് കൊട്ടാരക്കര ടൗണിൽ ചെന്ന് സിഗ്നലിൽ അവിടെ വെച്ച് ശരീരം വല്ലാതെ വന്നു, ലോകത്തോടെ യാത്രയും പറഞ്ഞു. ഞാൻ ആലോചിക്കുക, പ്രിയമുള്ളവരെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. നമ്മൾ ആരൊക്കെയോ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞ് നടക്കുക. നമ്മുടെ ഒരു വേദനയ്ക്ക് നാളെ നമ്മുടെ സഹോദരങ്ങൾ കൂടെ നിൽക്കുന്ന പോലെ ആരും കാണില്ല. പെങ്ങന്മാർ, ഭാര്യ, കുടുംബത്തിലുള്ളവർ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, പണം മാറും, വീട് മാറും. വീടെന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വിട്ടുകളയാനുള്ളതെന്നാണ്. വീടെന്ന വാക്കിൻ്റെ അർത്ഥം വിട്ടുകളയാനുള്ളതെന്നാണ്. അതുകൊണ്ടാണ് പുരോഹിതന്മാരുടെ ശവസംസ്കാരത്തിന് മൃതശരീരം കൊണ്ടുപോകുമ്പോൾ പാടുന്നുണ്ട്, നശ്വരമായ വീടേ നീ എന്തിനാണ് എന്നെ മോഹിപ്പിച്ചത്. ദൈവം നമുക്ക് തരുന്ന വീടും കൂടും സ്വത്തും പണവും ഒന്നും സഹോദര ബന്ധങ്ങളോ സാമൂഹ്യ പ്രതിബദ്ധതകളെ ഒന്നും വിട്ടുമാറുന്ന ജീവിതത്തിലേക്ക് മാറരുത്. എനിക്ക് ദൈവം തന്ന സഹോദരങ്ങളുമായി, ഇടവക്കാരുമായി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കാൻ സാധിക്കണം. കാരണം ഈ ആയുസ് ക്ഷണികമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തോടെ യാത്ര പറയുമ്പോൾ ആർക്കും വേദന ഉണ്ടാക്കാതെ ദൈവിക അനുഭവത്തിൻ്റെ സാക്ഷ്യമായി തീരുവാൻ ഇവിടെ ഞാൻ ഈ പറയുന്നു. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര നന്മയും എത്ര സൗന്ദര്യമാകുന്നു. നമുക്ക് ഉപേക്ഷിക്കാം സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. അതുകൊണ്ട് ഈ ധനുർഗീതം പാടേണ്ട ദൈവമക്കളുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട 7 കാര്യങ്ങളാണ് സദൃശവാക്യം 6-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഒന്നും കൂടെ കാണാതെ പഠിക്കാൻ പറയാം. ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിനായി ഓടുന്ന കാലുകൾ, ഫോഷ്കു പറയുന്ന കള്ളസാക്ഷി, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. ഈ 7 കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഓർക്കുക, നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണ്. ആ അഭിഷിക്തന്മാർക്ക് യേശുക്രിസ്തു തരുന്ന 7 ധൈര്യങ്ങളുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്തെല്ലാമാണ് ആ ധൈര്യങ്ങൾ? നമുക്ക് എല്ലാവർക്കും അറിയാം. 1, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 2, ഞാൻ വാതിലാകുന്നു. 3, വഴിയും സത്യവും ജീവനുമാകുന്നു. 4, ജീവന്റെ അപ്പമാകുന്നു. 5, നല്ല ഇടയനാകുന്നു. 6, സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഇതിങ്ങനെ ഓരോന്നും വിശുദ്ധ കുർബാനയായിട്ട് ഒന്നുകൂടെ ഞാൻ പറയാം. അതൊന്ന് കുർബാനയായിട്ടൊന്ന് കണക്ട് ചെയ്യട്ടെ. ആദ്യത്തേത്, പലരും പറയാറുണ്ട് നമ്മുടെ കുർബാനയും ബൈബിളുമായി ബന്ധമില്ലെന്ന്. ഞാൻ അടുത്തിടയ്ക്ക് എല്ലാ വേദിയിലും ഏത് പ്രസംഗത്തിൽ ഇത് കണക്ട് ചെയ്ത് പറയാറുണ്ട്. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കുർബാന മുഴുവൻ വിശുദ്ധ ബൈബിളുമായി കണക്ട് ചെയ്യപ്പെട്ടതാണ്. ഇതിനെ ആരെതിർത്താലും ഓരോന്ന് നോക്കി. 1, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, വെളിവ് നിറഞ്ഞോർ ഈശോ. ആ പാട്ട് പാടിയാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. 2, ഞാൻ നല്ല ഇടയനാകുന്നു. വിശുദ്ധ കുർബാനയുടെ സദറിൽ വ്യക്തമായി ചൊല്ലുന്നുണ്ട് വൈദികർ, തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായി ഉള്ളവേ നിനക്ക് സ്തുതി. വിശുദ്ധ കുർബാനയുടെ അവസാനം ചൊല്ലുന്നുണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു. 3, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും. വിശുദ്ധ കുർബാനയുടെ ഏവൻഗേലുവിന് ശേഷം പാടുന്നുണ്ട്, യജമാനൻ വരുമെന്ന നേരത്ത്. 4, ഞാൻ വാതിലാകുന്നു, അൻപുടയോനെ നിൻവാതിൽ. 5, വഴിയും സത്യവും ജീവനുമാകുന്നു. വിശുദ്ധ കുർബാനയുടെ രഹസ്യ പ്രാർത്ഥനകളെല്ലാം ഈ പ്രാർത്ഥനയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 6, ജീവന്റെ അപ്പമാകുന്നു. വിശുദ്ധ കുർബാന ഓരോ അധരങ്ങളിൽ വയ്ക്കുമ്പോൾ പുരോഹിതന്മാർ പറയുന്നുണ്ട്, കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും സഭയിലെ സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. 7, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ. നോക്കിയേ,
യേശുക്രിസ്തു നമുക്ക് തരുന്ന 7 ധൈര്യങ്ങളും വിശുദ്ധ കുർബാനയിൽ അത് ബൈബിളുമായി കണക്ട് ചെയ്യപ്പെട്ടതാണ്. ഇത് നമ്മുടെ പലർക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾ ഈ ശനിയാഴ്ച വൈകിട്ട് എപ്പോഴും ഓർക്കണം, വൈദിക സെമിനാരിയിൽ ഞങ്ങൾ ശനിയാഴ്ച സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞാൽ സംസാരിക്കുകയോ റേഡിയോ കേൾക്കുകയോ ഒക്കെ ചെയ്താൽ 10 രൂപ ഫൈൻ അടയ്ക്കണമായിരുന്നു. ഇപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്താ കാരണം? കുർബാനയ്ക്ക് വരുന്നവർ ശരിക്കും തലേന്ന് വൈകിട്ട് ഒന്ന് ഒരുങ്ങി ടി വിയും റേഡിയോ എല്ലാം ഒന്ന് മാറ്റിവെച്ച് സങ്കീർത്തനങ്ങൾ 7 എണ്ണം ചൊല്ലണം. 6, 32, 38, 51, 102, 129, 142. 51-ാം സങ്കീർത്തനം 3 പ്രാവശ്യം ചൊല്ലാതെ ഒരു പുരോഹിതന് കുർബാന ചൊല്ലാൻ അനുവാദമില്ല. സന്ധ്യയ്ക്ക്, പ്രഭാതത്തിന്, തുയ്യോബയ്ക്ക് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ നിങ്ങളൊന്ന് ഒരുങ്ങി രാവിലെ പ്രഭാത നമസ്കാരം മുതൽ കുർബാന വരെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി. ഇപ്പോഴത്തെ ഈ ക്രമീകരണത്തിലല്ല, ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം മാറുമ്പോൾ ഒരു കുർബാനയ്ക്ക് നമ്മൾ വരുന്നെങ്കിൽ ആ പവർ അറിയണമെങ്കിൽ അത് കൗമേൽ തുടങ്ങി കൗമേൽ അവസാനിക്കുന്നതാ. ഈ അടുത്തിടയ്ക്കാണ് ജന്മദിന സ്തോത്രവും വിവാഹ വാർഷികവും ഒക്കെ അതെല്ലാം ഇപ്പം നിരോധിച്ചു തുടങ്ങി. നമ്മൾ ശരിക്കും കുർബാനയിൽ ആദ്യോട് അവസാനം വരെ ശ്രദ്ധിച്ച് നിന്നാൽ പിന്നീട് യാതൊരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല പ്രിയമുള്ളവരെ. കാരണം അത്ര പവറാണിത്, അത്ര ശക്തിയുള്ളതാണിത്. യേശുക്രിസ്തു നമുക്ക് തരുന്ന 7 ധൈര്യങ്ങൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടെന്നുള്ള സാഹചര്യം നമ്മൾ ശരിക്കും ഇതൊക്കെ ശാന്തമായി ശനിയാഴ്ച വൈകിട്ടിരുന്ന് എല്ലാം മാറ്റിവെച്ചിട്ടൊന്ന് ഒരുങ്ങി രാവിലെ ഒന്ന് കുർബാനയ്ക്ക് പോയി കുർബാന കൊണ്ടു നോക്ക്. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കണ്ണ് കത്തും, നമ്മുടെ ശരീരത്തിൽ അത്ര പവർ വരും. അടുത്തിടയ്ക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ പറയുക, വെള്ളിയാഴ്ച രാവിലെ തുടങ്ങുന്നതാണ് എൻ്റെ കുർബാനയുടെ ഒരുക്കം. അതൊരു വൈദികനല്ല, ഒരു തിരുമേനിയല്ല, ഒരു നമ്മൾ അറിയപ്പെടുന്ന സാധാരണ വ്യക്തികളൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹം പറയ വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഓഫീസിലാണ് പോകുന്നത്, അവിടെ ഇരിക്കുമ്പോഴേ എനിക്ക് കുർബാനയ്ക്കായിട്ടുള്ള ഒരുക്കം തുടങ്ങും. ശനിയാഴ്ച മുതൽ ഞാൻ ആ പവർ കൊണ്ടുവന്ന് ഞായറാഴ്ച രാവിലെ പോയി ഏത് അച്ഛൻ ചൊല്ലുന്നു എന്ന് ഞാൻ നോക്കാറില്ല. ഇപ്പം നമ്മുടെയൊക്കെ ഒരു ക്രമീകരണം എങ്ങനെയാണ്? ഈ കുർബാനയ്ക്ക് പോയാൽ അച്ഛനിട്ട കാപ്പ, അച്ഛൻ ചൊല്ലിയ ഹൂത്തോമോ, അച്ഛൻ്റെ വോയിസ്, ഇതൊന്നും വേണ്ടെന്നല്ല. അതിനൊന്നുമല്ല പ്രിയമുള്ളവരെ പ്രാധാന്യം. പണ്ടൊക്കെ വൈദികർക്ക് എത്ര കാപ്പയുണ്ടായിരുന്നു, പണ്ടത്തെയൊക്കെ തിരുമേനിമാർക്ക് അച്ഛന്മാർക്ക് എത്ര സിസ്റ്റം ഉണ്ടായിരുന്നു. അന്നൊന്നും ഇതിനൊന്നും അല്ല പ്രാധാന്യം. കുർബാന ചൊല്ലുന്നത് ഒരിക്കലും പുരോഹിതനല്ല, യേശുക്രിസ്തുവാണ്. തൻ്റെ കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തിയെന്ന്. അവിടെ ഏതച്ഛൻ മാറി വന്നാലും ഏത് തിരുമേനിമാർ മാറി ചൊല്ലിയാലും അവിടെ ഓർക്കുക, അത് അർപ്പിക്കപ്പെടുന്ന യേശുക്രിസ്തുവാണ്. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ ആരുടെ കൈകളിൽ? തൻ്റെ കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി. അവിടെ നമ്മൾ നന്നായിട്ട് ചൊല്ലിക്കോട്ടെ, കുർബാന നന്നായിട്ട് ചൊല്ലാൻ അറിയാവുന്ന വൈദികർ, അതൊരു തമ്പുരാൻ കൊടുത്ത അനുഗ്രഹമാണ്. അപ്പം നല്ലൊരു കാപ്പയിടട്ടെ. പക്ഷെ ഇതിലൊന്നുമല്ല നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണണം, യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിക്കണം. എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കണം. 1 പോയിന്റ്, റൈറ്റ് പോയിന്റ്, റൂട്ട് പോയിന്റ്, ദാറ്റ് ഈസ് ഗോഡ്സ് പോയിന്റ്. 1 പോയിന്റ്, റൈറ്റ് പോയിന്റ്, റൂട്ട് പോയിന്റ്, ദാറ്റ് ഈസ് ഗോഡ്സ് പോയിന്റ്. മറ്റൊരു കാര്യം കൂടി, ഒരിക്കലും ദൈവാനുഗ്രഹത്തിന് മാത്രമായി പള്ളിയിൽ വരരുത്. നമ്മൾ പള്ളിയിൽ വരുന്ന ദൈവാനുഗ്രഹം വേണ്ടാന്നല്ല, ദൈവാനുഗ്രഹത്തെക്കാൾ പ്രാധാന്യമുള്ളതാണ് ദൈവം. ദൈവം എൻ്റെ ഉള്ളിൽ വന്നാൽ ദൈവാനുഗ്രഹം പുറകെ എത്തിക്കോളും. രാജാവിനെ കിട്ടിയാൽ ഖജനാവ് കൂടെ പോരും. ഞാൻ ഇതെല്ലാം പറഞ്ഞു വന്നത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ഓർക്കണം, എത്ര കുർബാന, എത്ര പെരുന്നാളുകൾ നമ്മൾ കണ്ടു, കേട്ടു, അനുഭവിച്ചു. യേശുക്രിസ്തുവുമായിട്ട് നമുക്ക് എന്ത് ടച്ചുണ്ട്, യേശുക്രിസ്തുവുമായിട്ട് നമ്മൾ എത്ര അടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തിടയ്ക്ക് കാണുന്നവരോടെല്ലാം, കഴിഞ്ഞ 2 ദിവസം മുമ്പ് വിദേശത്ത് ഒരു 10 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ എന്നോട് പണ്ടൊക്കെ സംസാരിക്കാൻ വന്നാൽ പല കാര്യങ്ങൾ പറയും. ഞാൻ ആലോചിക്കുന്നത് പുരോഹിതന്മാരുടെ നാവിൽ നിന്ന് പറയേണ്ടത് എപ്പോഴും യേശുവിനെ കുറിച്ചാണ്. ഞങ്ങൾ വേറെ ഒന്നും പറയേണ്ടവരല്ല, അത് പറഞ്ഞാൽ മതി. അത് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ കരയും. കാരണം നീ യഹോവയുടെ അഭിഷിക്തനാണ്. യഹോവയുടെ അഭിഷിക്തന്മാർ യേശുവിനെ കുറിച്ച് പറയുക. അത് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം കേൾക്കുന്നവരുടെ കണ്ണ് വിളങ്ങും. അവർ പലരോടും പറയും. യേശുവിൻ്റെ സാക്ഷികളായി നമ്മൾ മാറുമ്പോൾ ആ കിട്ടുന്ന പവർ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക് ദൈവിക സൗഖ്യം, ദൈവികമായ അനുഭവത്തോടെ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ധനുർഗീതത്തിൽ ഇവിടെ ദാവീദ് തനിക്കെതിരെ വന്ന ശൗല് എന്തെല്ലാം അക്രമം ചെയ്തിട്ടും അവൻ്റെ കൊലപാതകം കേട്ടിട്ടും ദാവീദ് പാടുകയാണ്, ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്, ഞാൻ യഹോവയുടെ അഭിഷിക്തനാണ്.
യഹോവയുടെ അഭിഷിക്തൻ മറ്റൊരുത്തൻ്റെ നാശം പാടി നടക്കരുത്. അതുപോലെ തന്നെ ഈ അടുത്തിടെയായിട്ട് നോക്കി യൂട്യൂബിലെല്ലാം തിരുമേനിമാരെയും വൈദികരെയും ഒക്കെ തന്നെ കളിയാക്കി എത്രമാത്രം കാര്യങ്ങൾ വരുന്നു. ഇന്ന് വരെയും ഞാൻ സാക്ഷ്യമായിട്ട് പറയട്ടെ, ഒരെണ്ണം ഞാൻ കേൾക്കാറില്ല, ഒരെണ്ണം ഞാൻ ഷെയർ ചെയ്യാറില്ല, പറയാറില്ല. പണ്ടത്തെയൊക്കെ മാതാപിതാക്കൾ കണ്ടിട്ടുണ്ടോ? അമ്മയപ്പന്മാരുടെ ഏറ്റവും വലിയൊരു ഗുണം ഒരു തിരുമേനിയുടെയോ ഒരു അച്ഛൻ്റെയോ നല്ല കാര്യങ്ങളോ പള്ളിയിലെ സന്തോഷങ്ങളോ ഇരുന്ന് കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അച്ഛൻ്റെയും തിരുമേനിമാരുടെയും പള്ളിയിലെ കുറ്റം പറഞ്ഞാൽ അവർക്ക് ദേഷ്യമായിരുന്നു. ഇന്ന് അങ്ങനല്ല, എന്തും ആരെയും പറയുന്നതിന് എല്ലാവർക്കും അങ്ങ് ലൈസൻസാണ്. പ്രിയമുള്ളവർ, ഇതൊരു വലിയ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ദോഷവശമാണ്. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വമ്പു പറയുന്നവരും അഹങ്കാരികളും സ്വസ്നേഹിതരും ഏഷണിക്കാരും ധാർഷ്ട്യമുള്ളവരും 19 കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. സീമാ നമസ്കാരത്തിൽ സൂത്താറയിൽ പാടുന്നുണ്ട്, അന്ത്യം കാലം വന്നെത്തുമ്പോൾ ഭൂവിന് നാശം. ഇതെല്ലാം അവിടെയും പാടുന്നുണ്ട്. ഓർക്കണം, ഈ കാലഘട്ടത്തിൽ ആര് ഏത് വഴിക്ക് പോയാലും എൻ്റെ ദൈവമേ, ഞാൻ യഹോവയുടെ ഒരു അഭിഷിക്തനാണ്. അഭിഷിക്തനാണെങ്കിൽ എനിക്ക് പാടേണ്ട പാട്ടാണ് ധനുർഗീതം. അത് ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്. 7 കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞു. 7 ധൈര്യങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുമെങ്കിൽ 4 പ്രതിജ്ഞ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പെട്ടെന്ന്, നാളെ ഞായറാഴ്ചയാണല്ലോ. എന്തെല്ലാമാണ് ഈ ധനുർഗീതം ജീവിതത്തിൽ പാടുവാൻ ദാവീദ് തന്റെ സങ്കീർത്തനത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 പ്രതിജ്ഞകൾ അതുകൂടെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 1, 23-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം, വിശുദ്ധിയുടെ പ്രതിജ്ഞ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യഹോവയുടെ അഭിഷിക്തന്മാരുടെ ജീവിതത്തിൽ ഓർക്കുക, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഞാൻ പോകുന്ന ദേവാലയമാണെങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. 2-ാമത്തേത് കടപ്പാടിൻ്റെ പ്രതിജ്ഞയാണ്. 34-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവർ, ഈ കടപ്പാട് ആരോടും മറക്കരുത്. ഉടയതമ്പുരാനോട്, മാതാപിതാക്കന്മാരോട്, സഹോദരന്മാരോട്. ഞാനിത് പറയാനുള്ളൊരു കാരണം, കേരളത്തിൽ ഇന്ന് 35 വൃദ്ധഭവനങ്ങളായി. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർത്തിയ മാതാപിതാക്കളെ കൊണ്ട് കളയുന്ന ഒരു കാലഘട്ടം ഞാൻ നോക്കിയിട്ട് ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു ശാപമായത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് നന്മ വരാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കണം. അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചേ. നിനക്ക് നന്മ വരണ്ടായെങ്കിൽ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കണ്ടായെങ്കിൽ നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കേണ്ട. പ്രഭാഷകൻ പറയുന്നുണ്ട്, മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത 2 കാര്യങ്ങൾ. 1, 9 മാസം ഉള്ളിൽ കൊണ്ടു നടന്നു. 2, ജന്മം നൽകി. കെഎം ജോർജൻ പറയാറുണ്ട്, സൂര്യനെ നോക്കി വളരുന്ന ചെടി ഒരിക്കലും സൂര്യൻ്റെ അടുത്ത് മുട്ടാറില്ല. സൂര്യനെ നോക്കി വളരുന്ന ചെടി ഒരിക്കലും സൂര്യൻ്റെ അടുത്ത് മുട്ടാറില്ല. കാലം ചെയ്ത മാത്യുസുദിയം ബാവ തിരുമേനി പല വേദിയിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എവിടെങ്കിലും പോകുമ്പോൾ എൻ്റെ പിതാവിൻ്റെ കൈപ്പറം പിടിച്ച് മുത്തുമാന്ന്. അതൊരിക്കൽ സെമിനാരി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഞങ്ങൾ ഒരു ശമ്മാശം ചോദിച്ചു, തിരുമേനി എന്താ കൈവെള്ളം മുത്താത്തത്? മക്കളെ, അതിന് എനിക്ക് യോഗ്യതയില്ലെന്ന്. മാതാപിതാക്കന്മാർ അത്ര പവറുള്ളതാണ്. അവരെ നമ്മൾ ആ കടപ്പാട് മറന്ന് നമ്മുടെ കുടുംബജീവിതം, നമ്മളിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളാണ്. പണ്ടാണെങ്കിൽ വീടിന് മതിലില്ല, ഗേറ്റില്ല, അയൽവക്കക്കാരും കയറി ഇറങ്ങി അമ്മയപ്പന്മാരും മക്കളും കുടുംബവും എല്ലാം കൂടെ 2 മുറിയും 3 മുറിയും, ആർക്കും ആരെയും കാണാം. എന്നാ സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ന് 10-12 മുറികളും 22 താക്കോലും വലിയ വലിയ ഗേറ്റുകളും മതിലുകളുമായി വാലില്ലാത്ത പട്ടിയം വളർത്തി ആർക്കും ആരോടും കടപ്പാടില്ലാതെ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഈ ധനുർഗീതം പാടും? എന്നെ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് പുരോഹിതന്മാർ ഞങ്ങൾ ശമ്മാശനാകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ തരുന്നത് ഒരു മെഴുകുതിരിയും, വൈദികനാകുമ്പോൾ കയ്യിൽ തരുന്നത് ഒരു ധൂപക്കുറ്റിയുമാണ്. ഇത് 2 ഉരുകുന്നതാണ്, പ്രകാശിക്കുന്നതാണ്. പല പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ചില പ്രയാസങ്ങൾ വരും. പിന്നീട് ഞാൻ ആലോചിക്കും, ദൈവമേ, ഇതൊക്കെ ഒരു സൈഡിലൂടെ വന്ന് മറ്റേ സൈഡിലൂടെ മാറിപ്പോകും. നമ്മളെന്തിനാ? എൻ്റെ തമ്പുരാൻ മുകളിലുണ്ട്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, അവൻ വലിയവനാണെങ്കിൽ ദൈവം അറിയാതെ എൻ്റെ തലയിൽ രോമം പോലും കൊഴിഞ്ഞു പോകില്ല. ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് ദാവീദ്
ഈ ധനുർഗീതം പാടുവാൻ രണ്ടാമത് നമുക്ക് തരുന്ന പ്രതിജ്ഞയാണ് കടപ്പാടിൻ്റെ പ്രതിജ്ഞ. മൂന്നാമത്തെ ഒരു പ്രതിജ്ഞയുണ്ട്, നിഷ്ഠയുടെ പ്രതിജ്ഞ. 55 സങ്കീർത്തനം 16-17 വാക്യങ്ങൾ. എൻ്റെ യഹോവേ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ യഹോവ കേൾക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. പ്രിയമുള്ളവർ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം വൈകിട്ട് പ്രാർത്ഥിക്കുന്നവരാ. ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് തോന്നി അടുത്തിടെയായിട്ട് കുടുംബ പ്രാർത്ഥനയിൽ പ്രഭാതത്തിലുള്ള പ്രാർത്ഥന പല കുടുംബത്തിലും ഇല്ലാതായി. അത് തന്നെയാണ് ആ ഭവനം നശിക്കാനുള്ള മെയിൻ കാരണം. എഴുതി വെച്ചോ ഡയറിയിലോ ബൈബിളിലോ, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഭവനം നശിക്കില്ല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരാം. ചൈനയിലെ കൺഫ്യൂഷ്യസ് പറയുന്നത് എന്താ? പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സായുജ്യമടയും. പണ്ടത്തെ പൂർവികർ പറയാറുണ്ട്, മക്കളെ, കാലത്ത് കിടന്നുറങ്ങിയാൽ നിന്റെ നേരത്ത് ഗുണം പിടിക്കത്തില്ലെന്ന്. നമുക്കിന്ന് രാവിലെ എഴുന്നേൽക്കാൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, ഇന്ന് നമ്മുടെ പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ്റെ എല്ലാ വൈദികരും വിശ്വാസികളും സാക്ഷ്യമായി പറയുന്നത് ആ കൈമുട്ടുകൾ ഉണ്ടായിരിക്കുന്ന ഗോലി പോലുള്ള കറുത്ത നിറമാണ്. അത്രമാത്രം കഠിനമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും എത്ര സമയമെടുത്താൽ, ഇന്നും സന്ധ്യാനമസ്കാരം തുടങ്ങിയപ്പോൾ 6:30 ഒരു വരി വിടാതെ, ഒരു കൗമ വിടാതെ, ഒരു മുട്ടുകുത്ത് വിടാതെ. സെമിനാരിൽ ഞങ്ങൾ തിരുമേനിൽ നിന്ന് കേട്ടുപഠിച്ചതിനേക്കാൾ കണ്ടുപഠിച്ചിട്ടുണ്ട് ആ നിഷ്ഠ. എൻ്റെ യഹോവേ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ യഹോവ കേൾക്കും. ആരും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ നിഷ്ഠയുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. സൂര്യൻ ഉദിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പാണ് ബ്രഹ്മമുഹൂർത്തം. ഈ സമയത്ത് എഴുന്നേറ്റ് കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കുക. അടുത്ത വർഷം ഈ സമയം വരുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുത്. അത്ര വലുതായിരിക്കും, അത്ര പവറാണ് ഈ പ്രാർത്ഥനയ്ക്ക്. വൈകിട്ട് പ്രാർത്ഥിക്കും കുടുംബമായി, രാവിലെ എഴുന്നേറ്റ് ശാന്തമായും നിഷ്ഠയോടെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന മഹത്വം അത്ര വലുതാണ് സഹോദരങ്ങളെ. പിന്നീട് 4ാമത് പറയുന്നുണ്ട് ത്യാഗത്തിൻ്റെ പ്രതിജ്ഞ. അപ്പോൾ 1 വിശുദ്ധിയുടെ പ്രതിജ്ഞ, 2 കടപ്പാടിൻ്റെ പ്രതിജ്ഞ, 3 നിഷ്ഠയുടെ പ്രതിജ്ഞ, 4 ത്യാഗത്തിൻ്റെ പ്രതിജ്ഞ. 119 സങ്കീർത്തനം 62 വാക്യം. നിന്റെ നീതിയുള്ള വിധികളെ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ജീവിതം ഒരു ത്യാഗമാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രൈസ്തവൻ്റെ ജീവിതം പലതരത്തിലുള്ള പ്രയാസങ്ങൾ വന്നാലും തമ്പുരാൻ കരുതും. അത് ഏത് തരത്തിൽ വന്നാലും നമുക്ക് ചൊല്ലാമെന്ന ഒരൊറ്റ ഗീതമേ ഉള്ളൂ, അത് ധനുർഗീതം. എൻ്റെ ദൈവമേ, ഞാൻ ഇന്നു മുതൽ ഒരു സാക്ഷ്യമായി എൻ്റെ ജീവഗ്രന്ഥത്തിൽ ഞാൻ കുറിച്ചു വെക്കട്ടെ. എന്നെ ആര് ദ്രോഹിച്ചാലും, എന്നെ ആര് ബുദ്ധിമുട്ടിച്ചാലും ദാവീദിനെ പോലെ ധനുർഗീതം പാടണം. ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകമാർ രസിക്കരുത്. യേശുവിനെ ഉള്ളിൽ വിചാരിച്ച് 7 കാര്യങ്ങൾ ഉപേക്ഷിച്ച് 7 ധൈര്യങ്ങൾ വിശുദ്ധ കുർബാനയോട് സാംശീകരിച്ച് 4 പ്രതിജ്ഞകൾ എടുത്ത്, വിശുദ്ധിയുടെ പ്രതിജ്ഞ, കടപ്പാടിൻ്റെ പ്രതിജ്ഞ, ത്യാഗത്തിൻ്റെ പ്രതിജ്ഞ, നിഷ്ഠയുടെ പ്രതിജ്ഞ, ഇത് ദൈവികമായി സൂക്ഷിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ അതിന് നമ്മളെ സഹായിക്കട്ടെ.